എല്ലാ ലിഫ്റ്റിംഗ് പ്രവർത്തനങ്ങളും സുരക്ഷിതമായി നടക്കും എന്ന് ഉറപ്പുവരുത്തുന്നതിന് അവ പ്ലാൻ ചെയ്തിരിക്കണം. ലിഫ്റ്റിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരു ലിഫ്റ്റിംഗ് പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. കൂടാതെ ഒരു സവിശേഷ ലിഫ്റ്റിംഗ് പ്രവർത്തനത്തിനായി അംഗീകൃത ലിഫ്റ്റിംഗ് പ്ലാൻ ഉണ്ടാകണം. അതില്ലാതെ ഒരു ലിഫ്റ്റിംഗ് പ്രവർത്തനവും നടത്തരുത്. ലിഫ്റ്റിംഗ് പദ്ധതിയെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യാതെ യാതൊരുവിധ ലിഫ്റ്റിംഗ് പ്രവർത്തനവും നടത്തരുത്. എല്ലാ ലിഫ്റ്റിംഗ് പ്രവർത്തനങ്ങളും നടത്തുന്നതും മേൽനോട്ടം വഹിക്കുന്നതും പരിശീലനം സിദ്ധിച്ച അനുഭവസ്ഥരുടെ ഒരു സംഘമായിരിക്കണം. ഈ സമർത്ഥരായവരുടെ സംഘത്തിൽ ഒരു നിയുക്ത വ്യക്തി, ക്രെയിൻ സൂപ്പർവൈസർ, സ്ലിംഗർ, സിഗ്നൽ നൽകുന്നയാൾ, ക്രെയിൻ ഓപ്പറേറ്റർ എന്നിവ ഉൾപ്പെടുന്നു. ലിഫ്റ്റിംഗ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആക്സസറികൾ ശരിയായി ടാഗ് ചെയ്തിട്ടില്ലെങ്കിൽ അവ ഉപയോഗിക്കരുത്. ക്രെയിനുകൾക്കും സ്ലിങ്ങുകൾ പോലുള്ള ആക്സസറികൾക്കും മതിയായ ബലമുണ്ടായിരിക്കണം. കൂടാതെ അവ ഒരു അംഗീകൃത മൂന്നാം കക്ഷി നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും വേണം. പരിശീലനം ലഭിച്ചതും അംഗീകാരമുള്ളവർക്കും മാത്രമേ ലോഡ് തൂക്കിയെടുക്കുന്നതിനോ ഏതെങ്കിലും തരത്തിലുള്ള ലിഫ്റ്റിംഗ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിനോ അനുമതിയുള്ളൂ. ലിഫ്റ്റിംഗ് പ്രവർത്തനത്തിന്റെ സമീപത്ത് നിൽക്കുന്നവരുമായി നിങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ കഴിയുമെങ്കിൽ മാത്രം ലോഡ് ഉയർത്തുക. ഇവയിൽ ലിഫ്റ്റിംഗ് ടീമിലെ ആളുകളും സമീപത്തുള്ള മറ്റുള്ളവരും ഉൾപ്പെടുന്നു. നിങ്ങൾ ഉയർത്തി നിർത്തിയ ലോഡിന് ചുവടെ നിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ ലോഡ് ഉയർത്തുന്നതിന് മുൻപ് അത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും പ്രധാന പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് ഒരു ട്രയൽ നടത്തുകയും ചെയ്യുക.